അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേർക്കാണ് തിരുവനന്തപുരം നഗരത്തിൽ ടിപ്പർ ലോറി ഇടിച്ച് ജീവൻ നഷ്ടമായത്. ഇത്തരം അപകടങ്ങളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ 2023 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം കേസുകൾ നിയമലംഘനത്തിന് റിപ്പോർട്ട് ചെയ്ത ജില്ലയും തിരുവനന്തപുരമാണ്. വിശദമായി നോക്കിയാൽ നിയമലംഘനത്തിന് 2,47,558 കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നിൽ മലപ്പുറവും തൃശ്ശൂരും ജില്ലകളാണ്. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന നിയമലംഘനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെയുള്ള യാത്ര ഏറ്റവും അധികം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ ഹെൽമറ്റ് വയ്ക്കാതെയുള്ള യാത്രകൾക്ക് അത്തരം നിയമലംഘനങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയും തിരുവനന്തപുരമാണ്. ഏറ്റവും അധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഒന്നാമത് എറണാകുളമാണ്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം നിയമലംഘനങ്ങളുടെ കേസുകൾ നോക്കുകയാണെങ്കിൽ 2022-23 കാലയളവിൽ 15,66,629 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പിഴയായി ലഭിച്ചതാകട്ടെ, സർക്കാർ ഖജനാവിലേക്ക് വന്നതാകട്ടെ 14,98,30,750 രൂപ. ഇത്തരം പിഴയുടെയും നിയമലംഘനങ്ങളുടെയും കണക്ക് മാത്രം പോരല്ലോ, വാഹനാപകടങ്ങളിൽ മരിച്ച ജീവൻ നഷ്ടമായ ആളുകളുടെ കണക്കുകൾ കൂടി നോക്കാം. 32,073 വാഹനാപകടങ്ങളിൽ നിന്നായി 2,776 മരണമാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയധികം റോഡ് അപകടങ്ങളും അതോടൊപ്പം തന്നെ ഇത്രയധികം പേർക്ക് റോഡിൽ ജീവൻ നഷ്ടമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥയുണ്ട്, അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനത്തിലും കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ക്രമസമാധാന പാലനത്തിന് പോലീസ് നൽകുന്ന ഒരു പ്രാധാന്യം ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അത് വിശദമായി തന്നെ നോക്കിയാൽ നമുക്ക് ഒരു റോഡ് സേഫ്റ്റി കമ്മീഷണർ ഇല്ലാത്തൊരു സ്ഥിതി ഇപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ ട്രാഫിക്കിന് പ്രത്യേകമായി ഒരു IG ഇല്ല. ദക്ഷിണ മേഖല IG ആണ്, അതായത് ക്രമസമാധാന പാലനം നോക്കുന്ന IG തന്നെയാണ് ട്രാഫിക്കിൻ്റെയും ചുമതല വഹിക്കുന്നത്. അതോടൊപ്പം ഹൈവേ പെട്രോളിങ്ങിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു സ്ഥിതിയുണ്ട്. കാരണം പലപ്പോഴും പ്രായമായവർ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയൊക്കെയാണ് ഈ ഹൈവേ പെട്രോളിങ്ങിൽ കൂടുതലായി പരിഗണിക്കുന്നത്. അതും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ, ട്രാഫിക് സംവിധാനത്തിൽ ഉന്നത തലത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു പരിധിവരെ ഈ നിയമലംഘനങ്ങൾ കൃത്യമായി പിടികൂടാനും കൃത്യമായി നിയമ നടപടികൾ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. അതോടൊപ്പം ഏറ്റവും പ്രധാനം ജനങ്ങളിൽ വാഹനം ഓടിക്കുന്നവരിൽ കൃത്യമായി ഉണ്ടാകേണ്ട അവബോധമാണ്.